भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ഭഗവാന്റെ കൃപാ വാത്സല്യങ്ങൾ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് പുതിയൊരു ദിവസം 694 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീദാമാചരിതം അല്ലെങ്കിൽ സുദാമാചരിതം കുചേലവൃത്തം എന്ന കഥാസന്ദർഭത്തിലെ 3-ാമത്തെ ദിവസമാണ്. ദശമസ്കന്ധം 80-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ദ്വാരകയിലേക്ക് എത്തിച്ചേരുന്ന ശ്രീദാമ, ആ കുചേലൻ അവിടെ കാണുന്ന കാഴ്ചകളാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ പത്നി നൽകിയ അവിൽപ്പൊതിയുമായി ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന ആ അന്തണഭക്തൻ ത്രീണിഗുൽമാന്യതീയായ തിസ്രകക്ഷാശ്ച സദ്വിജ വിപ്രോഗമ്യാന്ധകവൃഷ്ണീനാം ഗൃഹേഷ്വച്യുതധർമ്മിണാം. സദ്വിജ ബ്രാഹ്മണരോടുകൂടിയ വിപ്രഹ ബ്രാഹ്മണൻ, ത്രീണി ഗുൽമാനി 3 രക്ഷാസൈന്യസ്ഥാനങ്ങളെയും തിസ്രകക്ഷാച 3 വീഥികളെയും അതീയായ കടന്നിട്ട് അച്യുതധർമ്മിണാം അഗമ്യാന്ധകവൃഷ്ണീനാം ഭഗവാനെ ആരാധിച്ചിരിക്കുന്ന അഗമ്യന്മാരായ അന്ധകവൃഷ്ണികളുടെ ഗൃഹേഷു അവിടേക്ക് കടന്നു എന്നാണ്. ദ്വാരകയിൽ പ്രവേശിച്ച ബ്രാഹ്മണൻ മറ്റ് ബ്രാഹ്മണരുടെ സഹായത്തോടുകൂടി കടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ കടന്നു എന്നാണ്. ഓരോ സ്ഥലങ്ങൾ കടന്നുപോയി. പട്ടണങ്ങളിൽ പുറമേ നിന്ന് വരുന്ന ആളുകളെ തടയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ശത്രുക്കളുടെ ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. ഓരോ തെരുവുകളിലും പ്രത്യേകം രക്ഷാസൈന്യങ്ങൾ ഇല്ലേ, നമ്മൾ കാണും. വളരെ പ്രത്യേകതയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ രാഷ്ട്രപതിയുടെ സ്ഥലം, ഇത് ജഗത്പതിയുടെ സ്ഥലമാണ്. രാഷ്ട്രപതി മാത്രമല്ല, ഭഗവാന്റെ സ്ഥലം ദ്വാരക. അപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ ഓരോ മാർഗത്തിലും ആയുധങ്ങളൊക്കെ പിടിച്ചും കൊണ്ട്, തോക്കും പിടിച്ചും കൊണ്ട് ഇല്ലേ, കരിമ്പൂച്ചകള്
ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്ന ആളുകളൊക്കെ കാവൽ നിൽക്കും. ഇതേപോലെ ദ്വാരകയിലും അങ്ങനെ ഉണ്ടെന്നാണ്. ആ രക്ഷാസൈന്യങ്ങളൊക്കെ ഓരോ തെരുവിലും ഉണ്ട്. അങ്ങനെയുള്ള 3 സ്ഥാനങ്ങൾ, അത് സംരക്ഷിച്ചു നിൽക്കുന്ന 3 വീഥികൾ, അവരെ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന 3 വഴികൾ, അതും കടന്ന് ഭോജവൃഷ്ട്യന്ധകേശ്വരന്മാര്, ഭോജന്മാര്, വൃഷ്ടികള്, അന്ധകന്മാരെ ഒക്കെ താമസിക്കുന്ന മഹാവീഥികൾ, എല്ലാ ഗൃഹത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കണു? ശ്രീകൃഷ്ണനെ ആരാധിച്ചു കൊണ്ടിരിക്കണു. ഒരു ലോപവും വരുത്താതെ എല്ലാവർക്കും ഭഗവാൻ കേവലം അവരുടെ രാജാവ് മാത്രമല്ല, അവരുടെ ഈശ്വരൻ കൂടിയാണ്. അവരുടെ ആ ഐശ്വര്യാധിക്യം കൊണ്ട് സാധാരണ ആളുകൾക്ക് അങ്ങോട്ട് കടക്കാൻ തന്നെ സാധിക്കില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് മറ്റു ബ്രാഹ്മണരുടെ സഹായത്തോടുകൂടി ശ്രീരാമ കടന്ന് ചെല്ലുന്നത്. അവിടെ കാണുന്നു, ഗൃഹം ജുഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജ വിവേശൈകതമം ശ്രീമത് ബ്രഹ്മാനന്ദം ഗതോ യഥാ. ഹരേ ദുഷ്ടസഹസ്രാണാം, ഹരിയുടെ 16,000 മഹിഷീണാം ഭാര്യമാരുടെ ഏകതമം ശ്രീമദ് ഗൃഹം, ആ ഭാര്യമാരുടെ ഒന്നും. അപ്പോ ഭാര്യമാരുടെ ഗൃഹങ്ങളുടെ മധ്യത്തിൽ സാക്ഷാൽ രുക്മിണീ ദേവിയുടെ, ലക്ഷ്മീ ദേവിയുടെ കൊട്ടാരമായിരിക്കുന്ന ആ ഗൃഹം, ആ ഗൃഹത്തെ ദ്വിജഹ ബ്രാഹ്മണൻ വിവേശ ആ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോഴോ ബ്രഹ്മാനന്ദം ഗതാ യഥാ ബഭൂവ, ബ്രഹ്മാനന്ദം പ്രാപിച്ച ആളെ പോലെ ആയി മാറി എന്ന് പറയുന്നു. അങ്ങനെ ബ്രഹ്മാനന്ദത്തിൽ മുങ്ങിയ ആ ബ്രാഹ്മണോത്തമൻ മറ്റു ബ്രാഹ്മണരുടെ കൂടെ ബ്രഹ്മസ്ഥാനമായിരിക്കുന്ന ഭഗവാന്റെ പ്രിയ പത്നി രുക്മിണിയുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. ശൈബ്യാഭവനെ എന്ന് പട്ടേരിപ്പാട്, മിത്രവിന്ദയുടെ ഗൃഹത്തിലേക്കാണ് തന്റെ മിത്രത്തെ കാണാൻ ആ ശ്രീരാമാവ് എത്തിയത് എന്നാണ് പട്ടേരിപ്പാട് പറയണത്. ഇവിടെ പറയുന്നു, ആ ഒരു ഗൃഹം, അതിന് പ്രത്യേകതയുണ്ട്. അത് ലക്ഷ്മീ ദേവിയുടെ ആവാസസ്ഥാനമാണ്, രുക്മിണീ ദേവിയുടെ കൊട്ടാരമാണ്. അവിടേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴോ തം വിലോക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യങ്കമാസ്ഥിത സഹസോദ്ധായ ചാഭ്യേത്യ ദോർഭ്യാം പര്യഗ്രഹീൻ മുദാ. പ്രിയാപര്യങ്കം ആസ്ഥിതഃ അച്യുതഃ, പ്രിയയുടെ ആ രുക്മിണിയുടെ പര്യങ്കത്തിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ ദൂരാത് തം വിലോക്യ, അകലേ നിന്ന് തന്നെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടിട്ട് സഹസാ ഉദ്ധായ, ഉടനെ ചാടി എഴുന്നേറ്റ് അഭ്യേത്യ എതിരേറ്റു ഗമിച്ച് ദോർഭ്യാം മുദാ പര്യഗ്രഹിയിൽ 2 കൈകൾ കൊണ്ടും സന്തോഷത്തോടുകൂടി മോദത്തോടുകൂടി കെട്ടിപ്പിടിച്ചു എന്നാണ്. പ്രിയയായ രുക്മിണീ ദേവിയോടുകൂടി പര്യങ്കത്തിൽ കട്ടിലിരിക്കുകയായിരുന്നു ഭഗവാൻ. ശ്രീരാമ അകലെ നിന്ന് ആ കുചേലം വരുന്നത് കണ്ടപ്പോ തന്നെ ഓടിച്ചെന്നു. മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു. തന്റെ ഭക്തനെ സ്വീകരിക്കാൻ ഭഗവാൻ അങ്ങോട്ട് ഓടിയെത്തിയെന്നാണ്. കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയേത് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ശ്രീരാമാവിന്റെ ചിന്തയുണ്ട്. ഭഗവാനെ അവിടെ ചെന്നാൽ ആ ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുവോ? മഹാപ്രഭുവാണ് ശ്രീകൃഷ്ണൻ, ശ്രീപതിയാണ്, ശ്രീഹരിയാണ്, ശ്രീകാന്തനാണ് ഭഗവാൻ. ആ ഭഗവാനെ ഇങ്ങനെ കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ഇങ്ങനെയുള്ള എനിക്ക് കാണാൻ സാധിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. ആ ഭക്ത ചിന്താ പാരവശ്യത്തെ മനസ്സിലാക്കിയ ഭഗവാൻ, ഭക്തവത്സലൻ, ഭക്തപാരിജാതം, ഭക്ത കൽപ്പതരുവായിരിക്കുന്ന ഭഗവാൻ അവിടെ ആ ഭക്തോത്തമന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നും. ഭഗവാന് തന്റെ ദർശനത്തെ ആഗ്രഹിക്കുന്ന ഭക്തന്മാരെ കാണുക എന്ന് പറഞ്ഞ ഇതിൽ പരം സന്തോഷം വേറെ ഇല്ല. ഗുരുവായൂരമ്പലത്തിൽ ഭക്തന്മാരെ കാണുമ്പോൾ കാരുണ്യ ശ്രീകോവിലിൽ പുഞ്ചിരി തൂകുന്ന ആ കാർമേഘവർണ്ണൻ, അപ്പോ തന്നെ കാണാൻ ഭക്തൻ എത്ര ആഗ്രഹിക്കണോ അതിനേക്കാൾ ആഗ്രഹം ഭഗവാന് ഭക്തനെ കാണാനുണ്ട് എന്നാണ്. എല്ലാ ഭക്തന്മാരും തൊഴുതിട്ട് എന്റെ വാതിലടച്ചാൽ മതി എന്ന് ഭഗവാൻ സങ്കല്പം ചെയ്യാറുണ്ട്. ഏതായാലും
ആ ഭക്തന്മാരെ കാണാൻ ഭക്തവത്സലനായ ഭഗവാന് അദമ്യമായ ആഗ്രഹമാണ്. ഭഗവത് ദർശനം സിദ്ധിക്കാതിരിക്കാൻ നിർവ്യാജ ഭക്തിയില്ലായ്മ കൊണ്ടേ സാധിക്കുള്ളൂ. നിർവ്യാജമായി, നിഷ്കാമമായി, നിർലോഭമായി ഭഗവാനെ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. ഭഗവാൻ കൃഷ്ണൻ സ്വർഗാരോഹണം കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെ കാണും? വിഷമിക്കേണ്ടെന്നാണ്. അങ്ങനെ ആ ശ്രീകൃഷ്ണൻ അന്ധകരണമാകുന്ന വൈകുണ്ഠത്തിൽ ഗുരുപവനപുരിയിൽ, ഗുരുവായൂരിൽ, ഗുരുവായ വായു ഇരിക്കുന്ന ഊര് ഏതാണോ അതാണ് ഗുരുവായൂര്. അങ്ങനെ ആ ഗുരുവായ വായു പ്രാണവായുവാണ്, ശ്രേഷ്ഠമായ വായു ലഘുവിന് വിപരീതമാണ്. അങ്ങനെ ഇരിക്കുന്ന വായു ഇരിക്കുന്ന ഊര് ഹൃദയമാണ്. ആ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്ന ചൈതന്യമാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ എന്നാണ്. അങ്ങനെ ശുദ്ധമായ ഭക്തിയുള്ള ആളുകൾക്ക് ശ്രീകൃഷ്ണ ദർശനം ഇന്നും സാധിതമാണ് എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു. ഭഗവാൻ കാത്തിരിക്കുകയാണ്, എൻ്റെ ഭക്തൻ വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഭഗവാൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ചു, തൻ്റെ മാറത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷ്മി ഭഗവതിക്ക് മനസ്സിലായി, എന്നെ പോലെ ആക്കിക്കോളൂ എൻ്റെ ഭക്തനെയും എന്ന് വെച്ചാൽ രുക്മിണിക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എൻ്റെ ഭക്തനും കൊടുത്തോളൂ. രുക്മിണി ഇരിക്കുന്ന സ്ഥലം, ശ്രീ പതിയായിരിക്കുന്ന ഭഗവാൻ ശ്രീ ഭഗവതിയെ തൻ്റെ വക്ഷസ്സിലാണ് സ്ഥാനം നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. ആ മാറിടത്തോട് ചേർത്ത് പിടിച്ചു മാധവൻ മാനവ ഭക്തനായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരനെ. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടോ, സഖ്യു പ്രിയസ്യ വിപ്രർഷേ അംഗസംഗാതി നിർവൃത പ്രീത പുഷ്കരേക്ഷണ. സഖ്യുപ്രിയസ്യ ഉപ്രർഷേർ അംഗസംഗാതി നിർവൃത പ്രീതോ വ്യമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണൻ. പുഷ്കരേക്ഷണൻ, താമര പോലെ കണ്ണുകളുള്ള ഭഗവാൻ, താമരക്കണ്ണൻ. താമരക്കണ്ണിൽ നിന്ന്, താമരയുടെ ഇതള് പോലെയുള്ള കണ്ണാണ്, താമരയുടെ ഇതളിൽ എപ്പോഴും ഒരു ജലാംശം ഉണ്ടാവും. ഇതേപോലെ സുഹൃത്തായും പ്രിയനായും പ്രേമാസ്പദനുമായിരിക്കുന്ന ആ വിപ്രഋഷിയുടെ, ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ, ബ്രാഹ്മണ ഋഷിയുടെ അംഗസംഗാതി നിർവൃത, അംഗസംഗം കൊണ്ട് ആ ഏറ്റവും കൂടിയ നിർവൃതി അനുഭവിക്കുന്ന, പരമാനന്ദം അനുഭവിക്കുന്ന പ്രീതഹ പുഷ്കരേക്ഷണ, ആ പരമപ്രീതനായിരിക്കുന്ന താമരക്കണ്ണൻ നേത്രാഭ്യാം അബിന്ദൂൻ വ്യമുഞ്ചൽ, രണ്ട് കണ്ണുകളിൽ കൂടിയും ആ ജലകണങ്ങളെ മോചിപ്പിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. തൻ്റെ കൂട്ടുകാരനെ ഇങ്ങനെ മാറത്തു ചേർത്ത് പിടിച്ചപ്പോ അവിടെ ബ്രഹ്മാനന്ദം ഗതോയഥ എന്ന് ശ്രീരാമാവിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ ഭഗവാനും അതെ ആ ബ്രഹ്മാനന്ദ അനുഭൂതിയിലേക്ക് എത്തി. താമരദളം പോലെയുള്ള കോമളമായ വിശാലമായ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ ഹർഷാശ്രു ബിന്ദുക്കൾ താഴേക്ക് വീണു. സൂര്യോദയത്തിൽ താമര, ഭക്തജന സമക്ഷത്തിൽ തന്നെയാണ് ഭഗവാന്റെ കണ്ണുകൾക്കുള്ള വികാസം കാണാൻ സാധിക്കുള്ളൂ എന്നാണ്. ഇവിടെ ഭക്തോത്തമനായിരിക്കുന്ന ആ ബ്രാഹ്മണൻ ശ്രീരാമാവ് വന്നപ്പോ ഭക്തനോ ഭക്തനെ കണ്ടതിനാൽ ഭഗവാനാണോ അധികം സന്തോഷം എന്ന് തോന്നും. എന്തിനോ ശൗരി അല്ലേ? എന്തിനു വേണ്ടിയാവും ഭഗവാൻ കണ്ണ് നിറച്ചത്? ഭഗവാൻ അങ്ങനത്തുള്ള വിചാര വികാരങ്ങളൊന്നുമില്ല, നിർവികാര നിർഗുണ പരബ്രഹ്മമൂർത്തിയാണ്. എന്നിട്ട് പോലും ആ ഭക്തവാത്സല്യാതിരേകം കൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്നിട്ടോ അധോപവേശ്യ പര്യങ്കേ സ്വയം സഖ്യു സമർഹണം ഉപഹൃത്യാവനിജ്യാസ്യ പാദൗ പാദാവനേജനീ. അതിനുശേഷം ഭഗവാൻ എന്താ? ഭഗവാൻ അഥ പര്യങ്കൈ ഉപവേശ്യ, പര്യങ്കത്തിൽ താനിരുന്നിരുന്ന ആ പര്യങ്കത്തിൽ തന്നെ തൻ്റെ കൂട്ടുകാരനെ ഇരുത്തിയിട്ട് പിന്നെ പരീക്ഷത്തെ അഗ്രഹീക്ഷിരസാരാജൻ ഭഗവാൻ ലോകപാവന വ്യലിംബൽ ദിവ്യഗന്ധേന
ചന്ദനാഗുരു കുങ്കുമൈ. പര്യങ്കത്തിലിരുത്തി സഖ്യു സ്വയം സമർഹണം, താൻ തന്നെ ആ ഉപായനത്തെ സമർപ്പിച്ചിട്ട് അസ്യ അവനിജ്യ, അസ്യ പാദൗ അവനിജ്യ, ആ ബ്രാഹ്മണന്റെ കാലുകൾ കഴുകിയിട്ട് പാദാവനേജനി, ആ പാദതീർത്ഥത്തെ പരീക്ഷിത്തെ ലോകപാവനഃ ഭഗവാൻ, ലോകത്തെ മുഴുവൻ പാവനമാക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിരസാ അഗ്രഹിൽ, ശിരസിൽ ധരിച്ചു. ചന്ദനാഗുരു കുങ്കുമേ, ചന്ദനം, അഗുരു, കുങ്കുമം തുടങ്ങിയ കൊണ്ടുള്ള ദിവ്യഗന്ധം കൊണ്ട് വിലേപനം ചെയ്തു. ഭഗവാൻ തന്റെ ഭക്തനെ പൂജിക്കുകയാണ്. താൻ ഇരുന്നിരുന്ന ആ സപ്രപഞ്ച കട്ടിലിൽ കൂട്ടുകാരനെ ഇരുത്തി കാഴ്ചദ്രവ്യങ്ങൾ, ഉപായനങ്ങൾ തന്റെ കൂട്ടുകാരന് സമർപ്പിച്ചു. ആ പാദങ്ങളിൽ വെള്ളമൊഴിച്ച് സ്വന്തം കൈകൾ കൊണ്ട് തലോടി കഴുകി. ആരുടെ പാദതീർത്ഥമാണോ ലോകത്തെ മുഴുവൻ പരിപാവനമാക്കുന്നത്, ആ ഭഗവാൻ പരമഭക്തനായ തന്റെ കൂട്ടുകാരന്റെ കാലു കഴുകിച്ച് ആ ബ്രാഹ്മണ ഭക്തിയുടെ ഉത്തമോദാഹരണമായി ഭക്തോത്തമനായ ആ ബ്രാഹ്മണനെ പൂജിച്ച് ആ പാദതീർത്ഥത്തെ തന്റെ ശിരസിൽ സ്വീകരിച്ചു. ചന്ദനം, അഖില്, കുങ്കുമം ഇതൊക്കെ കൊണ്ടുവന്നു ഭംഗിയായി നല്ല മൃദുവായി അരച്ച ചന്ദനം ആ ഭക്തന്റെ നെറ്റിയിലും മാറിടത്തിലും കൈകാലുകളിലുമൊക്കെ അവിടെ ഭഗവാനത വേണ്ടതുപോലെ പൂശിക്കൊടുത്തു എന്നാണ്. അനന്തയശസ് ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ബ്രാഹ്മണരെ, കേവലം ജന്മം കൊണ്ട് ബ്രാഹ്മണരായവരല്ല, സജ്ജനങ്ങൾ, അതാണ് സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ വിട്ടങ്ങു വീണു നമിക്കണം. ഭഗവാൻ കാണിച്ചു തരാണ് ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെ വേണം. സർവലോക ഗുരുവാണ് ഭഗവാൻ. പക്ഷേ ഭഗവാൻ ഒരു ഗൃഹസ്ഥാശ്രമിയായി കപടമാനുഷവേഷം കെട്ടിയാടുന്ന കർമ്മേഘവർണ്ണൻ തന്റെ കാരുണ്യത്തിന്റെ കണ്ണീരുകൊണ്ട് ആ കാലടികളെ കഴുകിച്ചു. പറയാണ്, ഹേ ബ്രഹ്മൻ, ഇന്ന് എന്റെ രാജസൂയമാണ്. നേരത്തെ നമ്മളൊരു രാജസൂയം കണ്ടു, അത് ധർമ്മപുത്രേട്ടന്റെ രാജസൂയമാണ്. ആ രാജസൂയത്തിൽ ഭക്തനായ ധർമ്മപുത്രേട്ടന്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ അഗ്രപൂജ സ്വീകരിച്ചു. എന്റെ പാദങ്ങൾ ധർമ്മപുത്രേട്ടൻ കഴുകി. ധർമ്മപുത്രേട്ടന്റെ മുദ്രകൾ വിറയ്ക്കുകയും മന്ത്രങ്ങൾ മറക്കുകയും ഒക്കെ ചെയ്തു. കണ്ണുകളിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണീർ തുള്ളികൾ കൊണ്ട് ധർമ്മപുത്രേട്ടന് ബാഹ്യചക്ഷുസ്സുകൾ കൊണ്ട് എന്നെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ആ അകക്കണ്ണിനകത്ത് എന്നെ കാണാൻ സാധിച്ചു. അത് ഭക്തന്റെ രാജസൂയം, ഭഗവാന്റെ രാജസൂയമായിട്ടാണ് സജ്ജനങ്ങൾ ഇതിനെ പറയാറുള്ളത്. ഇന്നെന്റെ രാജസൂയമാണ്. ഇന്നിതാ ഭക്തന്റെ കാല് കഴുകിച്ച് അഗ്രപൂജ ചെയ്ത് പൂജിക്കുന്ന ആ ഭക്ത വാത്സല്യ പരാധീനനായിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ധൂപൈ സുരഭിഭിർമിത്രം പ്രദീപാവലിഭിർമുദ അർച്ചിത്വാ വേദ്യതാംബൂലം ഗാം ച സ്വാഗതമബ്രവീൽ. സുരഭി, ധൂപൈ, നല്ല വാസനയുള്ള ധൂപം, പ്രദീപാവലിഭി, ദീപങ്ങൾ, അതേപോലെ മുദാ, ഇതൊക്കെ കൊണ്ട് സന്തോഷത്തോടെ മിത്രം അർച്ചിത്വ, തന്റെ കൂട്ടുകാരനെ പൂജിച്ചിട്ട് താംബൂലം ഗാം ച, താംബൂലം പ്രസന്ന പൂജയുടെ സമയത്ത് ആ വെറ്റിലയും അടക്കയും ഒക്കെ കൊടുക്കും. ഇതേപോലെ ആ താംബൂലം കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ പശുവിനെയും ഗാം ച, പശുദാനവും ചെയ്തു. ആവേദ്യ, അതൊക്കെ നൽകിയിട്ട് സ്വാഗതം അബ്രവി, ഭഗവാൻ സ്വാഗതം പറഞ്ഞു എന്നാണ്. കുശലം ചോദിച്ചു. ധൂപദീപാദികൾ നിവേദിച്ചു എന്ന് പറഞ്ഞാൽ ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപാദികൾ കൊണ്ട് നൈവേദ്യം പ്രത്യക്ഷമായിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന തൻ്റെ ഭക്തനാകുന്ന ആ ഈശ്വരന്, ഭഗവാനാകുന്ന ഈശ്വരൻ വേണ്ടതൊക്കെ കൊടുത്തു. താംബൂലദാനത്തിന് മുമ്പ് അന്നാദി ഭോജനങ്ങൾ, പാനീയങ്ങൾ ഇതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. എന്നിട്ടോ കുചൈലം, മലിനം, ക്ഷാമം, ദ്വിജം, ധമനി സന്തതം,
ദേവീ പര്യചരൽ സാക്ഷാൽ ചാമരവ്യജനേന വൈ. കുചൈലം മുഷിഞ്ഞ വസ്ത്രം, മലിന ചെളി പറ്റിയിരിക്കുന്നു, ക്ഷാമം വളരെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു, കൃശനാണ്, ധമനി സന്തതം ആ ധമനികള് ഞരമ്പുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണാൻ പാകത്തിന് അങ്ങനെയുള്ള ദ്വിജം, ആ ദ്വിജനെ സാക്ഷാൽ ദേവി ശ്രീദേവി ശ്രീലക്ഷ്മി രുക്മിണി ചാമരവ്യജനേന പര്യചരൽ വൈ, ചാമരവ്യജനം കൊണ്ട് വേണ്ടതുപോലെ പരിചരിച്ചു. അയ്യോ, അത്ഭുതം അത്ഭുതം എന്നാണ്. ഇവിടെ വിശേഷ വസ്ത്രത്തെ ധരിക്കാനായി ഈ കുചൈലന് കൊടുത്തിട്ടുണ്ടാവും. അഭ്യങ്കാദികളില്ലാതിരുന്നു, അപ്പൊ മലിനാംഗനാണ്, വേണ്ട വിധത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞരമ്പുകളൊക്കെ പുറത്തേക്ക് വരുന്നു, കൃശാംഗനാണ്, ദുർബലനാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആ ബ്രാഹ്മണനെ ആരാ വന്ന് ആ വേണ്ട പോലെ ചാമരം കൊണ്ട് വീശി ആശ്വസിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ക്ഷീണമൊക്കെ തീർത്തത്? അത് രുക്മിണി ദേവി. സാക്ഷാൽ ശ്രീപതി ഇതിന് പുറപ്പെട്ടപ്പോ ശ്രീദേവിക്ക് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. കുചേലന്റെ ഭാഗ്യം നോക്കൂ, വസ്ത്രാഭരണാദികളല്ല, ഭക്തി മാത്രമാണ് പൂജനീയനാവാൻ കാരണം. അത് മാത്രമേ സുധാമാവിന് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അതിൽ ഭഗവാൻ സന്തോഷിച്ചു. ഇങ്ങനെ ഭഗവാൻ പൂജിക്കുകയും രുക്മിണീ ദേവി ചാമരം കൊണ്ട് വീശുകയും ഒക്കെ ചെയ്തപ്പോ അന്തഃപുരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ അത്ഭുതമായി. അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തിന വിസ്മിതോ ഭൂതതിപ്രീത്യ അവധൂതം സഭാജിതം. അമലകീർത്തിന കൃഷ്ണേന, നിർമ്മലമായ അമലമായ കീർത്തിയുള്ള ആ ശ്രീകൃഷ്ണനാൽ അതിപ്രീത്യാ സഭാജിതം, വളരെ പ്രീതിയോടെ സൽക്കരിക്കപ്പെട്ട ആ അവധൂതനെ, മലിനവേഷത്തോടു കൂടിയ ആ ശ്രീതാമാവിനെ കണ്ടിട്ട് ദൃഷ്ടുവ അന്തഃപുരജനഃ വിസ്മിതഃ അഭൂത്. അന്തഃപുരത്തിലുള്ള ആളുകളൊക്കെ വളരെയധികം അത്ഭുതപരതന്ത്രരായി മാറി എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ ഭക്തന്മാര് പൂജിക്കുന്നത് പോലെ ഭക്തനെ ഭഗവാൻ പൂജിച്ചു. അപ്പോ അന്തഃപുരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ അത്ഭുതമായി. അവര് വിചാരിക്കുകയാണ്, കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാധമേന ച. അവധൂതേന ഭിക്ഷുണ, മാലിന്യം നിറഞ്ഞവനും അതേപോലെ ഭിക്ഷുവും, ശ്രിയാഹീനേന ഐശ്വര്യമില്ലാത്തവൻ ശ്രീയില്ലാത്തവനും, അസ്മിൻ ലോകെ ഈ ലോകത്തിൽ ഗർഹിതേന അതുകൊണ്ട് തന്നെ നിന്ദിക്കപ്പെട്ടവനും. അങ്ങനെയാണല്ലോ, നമ്മൾ വേഷം നോക്കിയിട്ടാണ് ഒരാൾക്ക് വന്ദനം വേണോ നിന്ദ വേണോന്ന് ആലോചിക്കുക. അധമേനച അതുകൊണ്ട് തന്നെ അധമനായിരിക്കുന്ന അനേന ഇവനാൽ കിം പുണ്യം കൃതം, എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളത്. ബാഹ്യരൂപം മാത്രം നോക്കി ഒരാളെ വിലയിരുത്തുന്ന ഈ ലോകത്തെക്കുറിച്ച് പറയുകയാണ് ഭാഗവതം. കുചേലന്റെ ബാഹ്യരൂപം, സാധാരണ ഒരാൾക്കുണ്ടാകാവുന്ന എല്ലാ അവസ്ഥാവിശേഷങ്ങളും ഇവിടെയാണ്. ഈ താണനിലയാണ് ശ്രീകൃഷ്ണ പാദാരവിന്ദ ഭക്തി എത്ര കണ്ട് ഉത്കൃഷ്ട നിലയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തോന്നിയത്. ഇങ്ങനെ ഒരാളെ ശ്രീകൃഷ്ണൻ പൂജിക്കുകയും ഒരുപക്ഷെ ആ ശ്രീരാമാവിനോട് ശ്രീകൃഷ്ണനൊഴിച്ച് അല്ലെങ്കിൽ രുക്മിണി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരവജ്ഞ തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ആ അവജ്ഞയേക്കാൾ ഉപരി അവർക്ക് അത്ഭുതമാണ് കൂടുതൽ. കാരണം എന്താ, ഇദ്ദേഹം വളരെ മലീമസമായിരിക്കുന്ന ഒരു സ്വരൂപം ആണെങ്കിലും ഇദ്ദേഹം ഈ വിധത്തിൽ സൽക്കരിക്കപ്പെട്ടുവെങ്കിൽ അത് അത്ഭുതം തന്നെ. ശരീരത്തിൽ എണ്ണ തേച്ചിട്ട് തന്നെ കാലം കുറയായി, മലിനമാണ് ശരീരം, ഭക്ഷണമില്ല, അതേ കൊണ്ട് തന്നെ വളരെ ചടച്ച് മെലിഞ്ഞ് ഞരമ്പുകൾ പുറത്തേക്ക് വന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആരും അദ്ദേഹത്തെ വേണ്ട പോലെ ഗൗനിക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ അധമനാണ് സകല ജനങ്ങളുടെയും ദൃഷ്ടിയിൽ. അങ്ങനെയുള്ള ഒരാളെ ഉത്തമൻ എന്ന രീതിയിൽ ഭഗവാൻ, ഉത്തമ ശ്ലോകനായ ഭഗവാൻ പൂജിക്കുന്നു.
ഇത് എന്തു പുണ്യമാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് അവരാലോചിക്കുകയാണ്. യോസൗ ത്രിലോകഗുരുണ ശ്രീനിവാസേന സംഭൃത പര്യങ്കസ്ഥാം ശ്രിയം ഹിത്വാ പരിഷ്വക്തോ അഗ്രജോ യഥാ. ത്രിലോകഗുരുണ, 3 ലോകങ്ങളുടെയും ഗുരുവായ ശ്രീനിവാസൻ, ശ്രീയുടെ നിവാസസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാൻ, നോക്കൂ, ഇദ്ദേഹത്തെ മഞ്ചത്തിലിരിക്കുന്ന രുക്മിണിയെ ഉപേക്ഷിച്ചിട്ട് പര്യങ്കസ്ഥാം ശ്രിയം ഹിത്വ, തന്റെ പത്നിയെ മാറ്റിയിട്ട് അവിടെ ഏട്ടനെ പരിഷ്വക്തോഗ്രജോയഥ, ഏട്ടനെ എന്നതുപോലെ ആലിംഗനം ചെയ്തു. ആലിംഗനയോഗ്യയായ ശ്രീദേവിയെ ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണൻ പിന്നെ കെട്ടിപ്പിടിക്കാറുള്ളത് ആരെയാ? അത് തന്റെ ഏട്ടനെയാണ്. ഇവിടെ ഏട്ടന് നേരെ കാണിക്കുന്ന ഭക്തി ബഹുമാനം ശ്രീകൃഷ്ണൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അഗ്രജോ യഥാ എന്നാണ്. ഏതായാലും ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ആ ശ്രീദാമാവിനോട് കഥകൾ പങ്കുവെക്കുകയാണ്. ശ്രീദാമാവിനോട് പറയുന്നു എന്നുള്ള രീതിയിൽ ലോകം മുഴുവൻ ഇത് കേൾക്കട്ടെ എന്നാണ് ഭഗവാന്റെ സങ്കല്പം. കഥയാം ചക്രതുർഗാധ പൂർവ ഗുരുകുലേ സതോ ആത്മനോർലളിതാരാജൻ കരൗ ഗൃഹ്യ പരസ്പരം. ഗുരുകുലേ സതോ ആത്മനോ ലളിതാ പൂർവാഗാഥ. ഗുരുവിന്റെ ഗൃഹത്തിൽ, ഗുരുവേശ്മസു, അവിടെ ഗുരുവിന്റെ ഗൃഹത്തിൽ സതോ ആത്മനോ താമസിക്കുന്ന സമയത്ത് തങ്ങളുടെ ലളിതാ പൂർവാഗാഥ, വളരെ മനോഹരമായിരിക്കുന്ന പഴയ കാല കഥകളൊക്കെ പരീക്ഷിത്തെ പരസ്പരം കരൗഗൃഹ്യ കഥയാം ചക്രതു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പഴയ കഥകളൊക്കെ പറയുക. അവിടെ കണ്ണനും കുചേലനും അന്യോന്യം കൈകോർത്ത് പിടിച്ച് ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം ചെയ്ത അവസരത്തിൽ ഉണ്ടായ കഥകൾ പറയാൻ തുടങ്ങി. ലോകസ്വഭാവമാണ് ഉച്ചനീചത്വങ്ങൾ, എന്നാൽ സഹപാഠികൾ തമ്മിൽ അങ്ങനെ ഉണ്ടാവരുത്. ആധുനിക ലോകത്തിന് ഈ ശ്രീരാമചരിതം പറയുകയാണ്, വർണ്ണ വർഗ ജാതി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആ സുഹൃത്തുക്കളായി ജീവിക്കണം, സഹപാഠികളാവണം എന്ന് കാണിക്കുകയാണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹിതകാംക്ഷിയാണ് സുഹൃത്ത്. അങ്ങനെ ജീവിക്കണം. ആ ഭഗവാന്റെ മറുപടിയാണ് നമുക്കിനി നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോ ആ ഭഗവത് പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി
സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.